സംസ്ഥാനത്ത് PSC പരീക്ഷയിൽ ഗുരുതര വീഴ്ച. ആലപ്പുഴയിൽ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകിയതോടെ 2 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന PSC പരീക്ഷ റദ്ദാക്കി. വിവിധ കമ്പനി കോർപ്പറേഷനുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷയാണ് റദ്ദാക്കിയത്. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചോദ്യപേപ്പർ മാറിയത്. രാവിലത്തത് ക്വസ്റ്റ്യൻ പേപ്പർ മാറി പൊട്ടിച്ചുപോയി. രാവിലെ പൊട്ടിച്ചുപോയി. നമ്മുടെ PSC എപ്പോഴും ആളുണ്ടാവും. പക്ഷേ അവർ സ്കൂളിൽ റൗണ്ട്സിന് പോകുന്ന സമയത്താണ് വിതരണം നടത്തിയത്. അത്രേ ഉള്ളൂ. ഈ വാർത്തയുടെ വിവരങ്ങളുമായി വീണയാണ് ചേരുന്നത്. വീണ, അല്ലെങ്കിലേ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് PSC എന്ന് പറയുന്ന കാര്യം. വൻ ക്രമക്കേട്, അഴിമതി കഥകൾ പുറത്തു വരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന PSC പരീക്ഷ റദ്ദാക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ആ ചോദ്യപേപ്പർ മാറിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും എങ്ങനെയായിരുന്നു വീണ? വിശദീകരിക്കും. അതിര, ഇന്ന് നടക്കേണ്ടിയിരുന്ന PSC പരീക്ഷ രാവിലെ പരീക്ഷ നടന്നിരുന്നു. രണ്ടാമത്തെ പരീക്ഷയാണ് ഇപ്പോൾ ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്നതെന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് PSCയുടെ പരീക്ഷ നടക്കേണ്ടിയിരുന്ന ഒരു കേന്ദ്രമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഹയർ സെക്കൻഡറി സ്കൂളാണിത്. ഇവിടെ രാവിലെ പരീക്ഷ എഴുതുവാൻ നിരവധി ഉദ്യോഗാർത്ഥികൾ എത്തിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ഉള്ള പരീക്ഷ എഴുതുവാനും തയ്യാറെടുത്ത് തന്നെയാണ് അവർ എത്തിയത്. പിന്നീട് ഈ ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കുന്നു എന്നുള്ള അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ച പശ്ചാത്തലത്തിൽ ഉദ്യോഗാർത്ഥികളൊക്കെ ഇവിടെ നിന്നും മടങ്ങിപ്പോയി. നിലവിൽ ഈ സ്കൂളിലെ ജീവനക്കാർ മാത്രമാണുള്ളത്. അവർ പറയുന്നത് രാവിലെ പരീക്ഷ എഴുതാൻ നിരവധി പേർ എത്തിയിരുന്നു. ഉച്ചയ്ക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവസാനവട്ട ഒരുക്കങ്ങളിലും ഒന്നുകൂടി അത് പഠന ഭാഗങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നടക്കം അത് വീണ്ടും പഠിക്കുന്നതൊക്കെ തയ്യാറെടുപ്പിനിടയിലാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ആലപ്പുഴയിലെ ഒരു പരീക്ഷാ സെന്ററിൽ എത്തിച്ചപ്പോഴാണ് ചോദ്യപേപ്പർ മാറി എന്നുള്ള തിരിച്ചറിവിൽ അത് റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. PSCയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. PSCയുടെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ ഭാഗത്തു നിന്നൊക്കെ മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് അന്വേഷണം നീളുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിലും PSC ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. PSCയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പിഴവും ഉണ്ടാകുന്നില്ല. എല്ലാ കാര്യങ്ങളും സുതാര്യമായി തന്നെ ഗൗരവത്തോടുകൂടി തന്നെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ PSC കൈമാറുന്നത് എന്നുള്ള അവകാശവാദത്തിലാണ് PSC ഉറച്ചു നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് PSCയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ളൊരു പിഴവുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനയില്ലാതെ സൂക്ഷ്മതയില്ലാതെയാണോ ചോദ്യപേപ്പറൊക്കെ നൽകുന്നതെന്നുള്ളൊരു വിമർശനം കൂടി ഉയരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ രഹസ്യ സ്വഭാവം നിലനിർത്തുകയാണെങ്കിൽ നടത്തുന്ന പരീക്ഷയെക്കുറിച്ച് പോലും ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഏതാണെന്നുള്ള കാര്യത്തിൽ പോലും കൃത്യമായ ധാരണയില്ലാതെയാണോ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിൽ പരീക്ഷാ ചോദ്യപേപ്പർ കൊടുത്തുവിടുന്നതെന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും PSCയുടെ ഭാഗത്തു നിന്ന് തുടരെ ഇത്തരത്തിലുള്ള അലംഭാവവും വീഴ്ചയും ഉണ്ടാകുമ്പോൾ, പിഴവുകൾ ഉണ്ടാകുമ്പോൾ അത് ഉദ്യോഗാർത്ഥികളെ കൂടുതൽ ആശങ്കയിൽ നിലനിർത്തുകയാണ്. ഒപ്പം തന്നെ PSCയുടെ വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഏത് അർത്ഥത്തിലാണ് PSCയെ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് PSCയുടെ പരീക്ഷകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വീണ്ടും അതിൽ എഴുതുവാനും അല്ലെങ്കിൽ അതിന് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതെന്നുള്ളൊരു ആശങ്ക കൂടിയാണ് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്നത്. ആതിര, ശരിയാണ് വീണ. നമുക്ക് സുധീഷ് ഗോപാൽ കൂടി വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. സുധീഷ്, ഈ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അതിങ്ങനെ വൻ വിവാദമായി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയൊരു ഗുരുതര വീഴ്ച PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോഴും അലംഭാവം തുടരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയല്ലേ ഏറ്റവും ഒടുവിലായി നടന്ന ഈ ചോദ്യപേപ്പറിലുണ്ടായ ഈ മാറ്റം? ഈ പരീക്ഷ എഴുതാനെത്തിയ ഉദ്യോഗാർത്ഥികളൊക്കെ എന്താണ് പറയുന്നത് സുധീഷ്? അതിൽ വലിയ അനാസ്ഥ തന്നെയാണ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇവിടെ ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന സെൻറ്ററിലാണ് ഇത്തരത്തിൽ ഉച്ചയ്ക്ക് നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ വിതരണം ചെയ്തത്. അത്തരത്തിൽ പരീക്ഷ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഉദ്യോഗാർത്ഥികൾ പുറത്തിറങ്ങി മറ്റ് സെൻറ്ററിൽ നിന്നും പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുമായി സംസാരിക്കുമ്പോഴാണ് ചോദ്യപേപ്പർ പരസ്പരം മാറിയിരിക്കുന്നതായി ബോധ്യപ്പെട്ടത്. തുടർന്ന് ഇവർ ബന്ധപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ മാറിയെന്നറിയുകയും തുടർന്നാണ് ഈ പരീക്ഷകളെല്ലാം റദ്ദ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതോടൊപ്പം ആലപ്പുഴ ജില്ലയിൽ തന്നെ 68 സെൻറ്ററുകളിലാണ് ഇന്ന് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തുടനീളം എത്രത്തോളം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇന്ന് ഉച്ചയ്ക്ക് പരീക്ഷ എഴുതാനായി അതായത് സെൻറ്ററുകളിലേക്ക് എത്തി. രാവിലെ ഇത് 4 ഘട്ടമായാണ് ഈ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ രാവിലെയും ഉച്ചയ്ക്കുമായി 2 പരീക്ഷ, അതിനുശേഷം 2 പരീക്ഷ കൂടിയുണ്ട്. ഇതിൽ ഉച്ചയ്ക്ക് നടന്ന പരീക്ഷയുടെ നടക്കേണ്ടിയിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് രാവിലെ പൊട്ടിച്ചത്. അത് പുറത്തു വരികയും ചെയ്തു. അതേ സാഹചര്യം
സാഹചര്യത്തിൽ തന്നെ ഈ ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിൽ രാവിലെ പരീക്ഷ എഴുതിയവർക്ക് രാവിലത്തെ പരീക്ഷയും വീണ്ടും എഴുതേണ്ടി വരും. അത് ഒരുപക്ഷെ പൂർണ്ണമായും മാറ്റി വീണ്ടും റദ്ദ് ചെയ്ത് വീണ്ടും എഴുതിക്കുകയോ ഇല്ലെങ്കിൽ ഈ സെൻറ്ററിൽ മാത്രം വീണ്ടും പരീക്ഷ നടത്തുകയോ ചെയ്യണം. കാരണം അവരെഴുതിയത് ഉച്ചക്കലത്തെ പരീക്ഷയാണ്. ആ രീതിയിൽ പൂർണ്ണമായും വലിയ ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് പറയേണ്ടത്. ഇത് കാരണം ഉദ്യോഗാർത്ഥികൾക്കുണ്ടായ വലിയ ബുദ്ധിമുട്ടാണ്. കിലോമീറ്ററുകൾ താണ്ടിയാണ് പലരും പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്നത്. അത്തരത്തിൽ ബുദ്ധിമുട്ടി വന്നവർക്കെല്ലാം കടുത്ത നിരാശയോടെ മടങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇത് PSC ഉദ്യോഗസ്ഥരും 15 അധ്യാപകരുമാണ് ഇന്നത്തെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലജനത്തുൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായിരുന്നത്. അതിൽ ഈ PSC ഉദ്യോഗസ്ഥൻ്റെ അടക്കം വീഴ്ച സംഭവിച്ചോ എന്ന കാര്യം പരിശോധിക്കണം. അതുതന്നെയാണ് ജില്ലാ PSC ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് പരിശോധിക്കും, എവിടെയാണ് പിഴവുണ്ടായത് എന്ന് പരിശോധിക്കും എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ആർക്കാണ് എന്ത് തന്നെയായാലും സ്കൂളിൽ വെച്ചാണ് ചോദ്യപേപ്പർ മാറിയിട്ടുള്ളത് എന്ന് ജില്ലാ PSC ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തുടർ നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. എന്തു തന്നെ ആയാലും ഈ പരീക്ഷ പൂർണ്ണമായും ഇന്ന് ഉച്ചയ്ക്ക് നടക്കേണ്ടത് റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ന അറിയിപ്പാണ് PSCയിൽ നിന്നും വന്നിട്ടുള്ളത്. ആതിര.